പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇത് ഒരു തിങ്കളാഴ്ച വീണ്ടും നോക്കിയേ. പെരുന്നാളുകളിലൊക്കെ ഒരു ഭാഗമാണെങ്കിലും നമുക്കറിയാം കുട്ടികളുടെ +1, +2 അതുപോലെ 10ാം ക്ലാസ്സൊക്കെ പരീക്ഷ ചൂടിലാണ്. നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛനിവിടെ ആയതുകൊണ്ട് തന്നെ, ആംഗണ്ടൂർ ആയതുകൊണ്ട്, ഞങ്ങൾക്ക് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ കുട്ടികൾ ശരിക്കും അവർ കുറച്ച് പേര് ഉഴപ്പന്മാരുണ്ട്, കുറേ പേര് അവർ പഠിക്കുന്നുണ്ട്, പക്ഷേ എല്ലാ കാര്യങ്ങളും മറന്നു പോവാണ്. പബ്ലിക് എക്സാമിൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ പേടി വരുന്നു വെച്ചാൽ എന്നൊക്കെ പറയുന്ന കുറേ പേരുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. ഒപ്പം തന്നെ പരീക്ഷ ചൂടിലേക്ക് നമ്മുടെ മക്കളൊക്കെ വരാനായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ നന്നായിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 3:12. അവിടെ വചനം പറയാണ്, അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാൻ അത് തിന്നു. ഇത് ആദത്തെക്കുറിച്ച് പറയാണ്. ആദം പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാൻ തിന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ വചനം നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. പാപം ചെയ്ത്, അതായത് പിശാച് നമ്മുടെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം കുറ്റപ്പെടുത്തി. ഞാൻ ഒരു വീഴ്ച എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇന്ന വ്യക്തിയാണ്, ഞാനല്ല, എനിക്ക് തെറ്റുപറ്റിയെന്നല്ല, ആ ഒരു കുറ്റത്തിൻ്റെ കാരണം ഇന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ അവനാണ്, അവളാണ്, എൻ്റെ പങ്കാളിയാണ്. അങ്ങനെ നമ്മൾ ശരിക്കും ആരുടെയെങ്കിലും മേൽ നമ്മൾ കുറ്റം ആരോപിക്കും. അങ്ങനെ ഒരു പ്രവണത എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടോ പ്രിയ സഹോദരങ്ങളെ? ഉറപ്പിച്ചോ, പിശാച് നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ശരിക്കും ഈ കുറ്റപ്പെടുത്തുന്ന ഒരു സംഭവം ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ സഹോദരങ്ങൾ, ഒരു സംശയവും വേണ്ട, എൻ്റെ ഉള്ളിൽ തിന്മ വാസം ഉറപ്പിച്ചിട്ടുണ്ട്. ആദത്തിൻ്റെ ഉള്ളിൽ പിശാച് കയറിയപ്പോൾ ആദ്യം അവൻ പറഞ്ഞത്, എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീയാണ് ഈ പണി പറ്റിച്ചത്, ഞാനിത് ചെയ്യാൻ കാരണം അവളാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ കുറ്റാരോപണത്തിൻ്റെ ഒരു അരൂപി നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നല്ലൊരു ആത്മശോധന നടത്താം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. കർത്താവായ യേശു നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.